ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മുൻ മന്ത്രിയായിരുന്ന ആൾ തന്നെ പറഞ്ഞു കേട്ടില്ലേ, ഇവരൊക്കെ നടത്തുന്ന RSSകാരുടെ ഫാസിസ്റ്റുകളുടെ കള്ളപ്രചരണം എടുത്തു പയറ്റാൻ ഒരു മടിയില്ലല്ലോ. ബഹുമാനത്തോടി പലരും കണ്ടിരുന്ന ഒരു ടീച്ചർ പറഞ്ഞു കേട്ടില്ലേ, RSSകാരെ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പേരിൽ ഞങ്ങൾ എതിർക്കും, അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ മറുവശത്തും ഞങ്ങൾ എതിർക്കുമെന്ന്. എന്തിനാണിത് പറയണേ? ഇതെന്തിനാ? ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കുഞ്ഞുണ്ടോ, ഒരാളുണ്ടോ, ഒരു സംഘടനയുണ്ടോ, ഒരു വ്യക്തിയുണ്ടോ? ഇതിവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ? RSSകാർ പറയുന്നത് ഹിന്ദു രാഷ്ട്രം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് മുസ്ലിമീങ്ങൾ ജനസംഖ്യയിൽ വളർന്നു വന്ന് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ അപ്പുറത്ത് ശ്രമിക്കുന്നതിനെ തടയാൻ വേണ്ടിയാണ്. അപ്പോൾ പിന്നെ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇസ്ലാമിക രാഷ്ട്രം ഇവിടെ ഉണ്ടാക്കാൻ വന്ന് ഒരു കുഞ്ഞും സ്വതന്ത്ര ഇന്ത്യയിൽ പറഞ്ഞിട്ടില്ല, ഒരു കുഞ്ഞും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞുണ്ടോ? ഒരു പ്രസ്താവനയുണ്ടോ? ഒരു ലേഖനമുണ്ടോ? ഒരു വരിയുണ്ടോ? ഒരു പ്രസംഗമുണ്ടോ? ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണം, ഫാസിസത്തെ ചെറുക്കുമെന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് നിന്നിട്ടും നമ്മളെ ഭരിക്കുന്നവരൊക്കെ, അതുപോലെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന പല ആളുകളും മുസ്ലിമീങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുകയാണ്. കള്ളപ്രചാരണം, ഫിർഔന്റെ പ്രചരണമാണത്. ആ പ്രചാരണത്തെ നമ്മൾ തിരിച്ചറിയണം. അവരോട് പറയണം, ഒരുത്തനും ചോദിക്കുന്നില്ല ഈ സമുദായത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്നവർ ആരാണ് ഈ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ഇവിടെ പോകുന്നത്? യഥാർത്ഥ ഹിന്ദു രാഷ്ട്രം കൃത്യമായ നിലയിൽ ഉണ്ടാക്കി എല്ലാ അപകടങ്ങളും സൃഷ്ടിച്ച് കൺമുമ്പിൽ നിൽക്കുന്ന ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ ഇല്ലാത്ത ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ അപ്പുറത്ത് പോകുന്നു എന്നുകൂടി മറുവശത്ത് പറഞ്ഞിട്ട് രണ്ടുപേരെ ഒറ്റ ത്രാസി വെക്കണം, എന്നിട്ട് തൂക്കണം. എന്തിനാണത്? RSSന് വെളുപ്പിക്കാൻ, RSSൻ്റെ കൊള്ളരുതായികളെ ന്യായീകരിക്കാൻ. ഒരു മുൻ മന്ത്രിയായിരുന്ന ഒരു ടീച്ചർ ഇന്നലെ നടത്തിയ പ്രസ്താവനയാണ്, നിയമസഭയെ തന്നെ പ്രസംഗിച്ചിരിക്കുക. ഇത്തരം അസംബന്ധങ്ങൾ പറയും. ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ആരും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇവിടെ ആർക്കാ ഇസ്ലാമിക രാഷ്ട്രം വേണ്ടേ? എന്നിട്ടും ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കാൻ വേണ്ടി സന്നദ്ധമായി പാർലമെൻറ്റിൽ പോലും ഉയർന്ന മുദ്രാവാക്യത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇസ്ലാമിക രാഷ്ട്രം, ഇല്ലാത്ത ഇസ്ലാമിക രാഷ്ട്രത്തെ ചേർത്ത് വയ്ക്കുന്നത് ഫാസിസ്റ്റുകളല്ല, മതേതരന്മാരാണെന്ന് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാണുന്നവരിൽപ്പെട്ട പല ഉന്നത നേതാക്കളുമാണെന്നുള്ളത് വേദനാജനകമാണെന്ന് ഈ സന്ദർഭത്തിൽ അറിയണം. നാം ഇപ്പോൾ എത്തി നിൽക്കുന്ന സമയം, മാസം, ഇതൊക്കെ നമുക്ക് സുപരിചിതമാണ്. മുഹറമാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് ഞാൻ മുഹറമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. സമയത്തിൻ്റെ പ്രാധാന്യത്തെ അറിയുകയും ഉണരുകയും ചെയ്യുക എന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സമയബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ദീനീ ജീവിതമില്ല, ഇസ്ലാമിക ജീവിതമില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയുണ്ടായി. ഓരോ ദിവസവും നമുക്കറിയാവുന്നതുപോലെ സുബഹിയുടെ സമയം അറിയാതെ ഉറക്കത്തിൽ പോലും നമുക്ക് കഴിയാൻ അവകാശമില്ല. അത്രമാത്രം സമയബോധത്താൽ ഭരിക്കപ്പെടേണ്ടവരും നിയന്ത്രിക്കപ്പെടേണ്ടവരുമാണ് നമ്മൾ. സുബഹിയുടെ സമയം ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ഉറക്കത്തിൽ പോലും നമുക്ക് സമയബോധമുണ്ടാവണം. ളുഹറിൻ്റെ സമയമാകുമ്പോൾ ളുഹറായിരിക്കുന്നു എന്ന് ആ സമയബോധം അറിയാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. പോയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താവുകയാണ്. പലവട്ടം ഈ സമയബോധം നഷ്ടമാകുന്ന ഒരു മുസ്ലിം പയ്യെ അവൻ നഷ്ടപ്പെട്ടു പോകുന്നത് ഇസ്ലാമിക ജീവിത വൃത്തത്തിൽ നിന്ന് തന്നെയാണ് അവൻ പുറത്തേക്ക് പോകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഫർളായ നമസ്കാരം നമ്മളെ സമയബോധമാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ എല്ലാ ഇബാദത്തുകളും നമ്മെ സമയത്തിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുന്നതിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസത്തിൽ പ്രധാനമായ മുഹറം നമ്മിലേക്ക് ആഗതമാകുമ്പോൾ സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം, ഒരു ജാഗ്രത, ഒരു ഉണർവ് എല്ലാവരുടെയും ഉള്ളിലുണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. സമയങ്ങളെക്കുറിച്ചുള്ള ഒരു ഉണർവുണ്ടാകണം നമുക്ക്. പരിശുദ്ധ ദീൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞതുപോലെ മാസങ്ങളെ വ്യത്യസ്ത സ്വഭാവത്തിലാക്കിയിട്ടുണ്ട്. ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അതിൻ്റേതായ തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷതകൾ നൽകിയാണ് വെച്ചിട്ടുള്ളത്. ഇന്നല്ലാഹ സ്തഫാ സഫായ മിൻ ഖൽഖിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് ചില വിശിഷ്ടരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. മനുഷ്യരെല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ തുല്യരല്ല. ചില പ്രത്യേക ആളുകളെ സവിശേഷതയോടുകൂടി അള്ളാഹു കണ്ടെത്തി തിരഞ്ഞെടുത്തു. അവരിലാണ് അള്ളാഹു നുബുവത്തും വിലായത്തും ഒക്കെ നിക്ഷേപിച്ചത്.
അപ്പം മനുഷ്യരുടെ ഗുണം, അവരുടെ മാനസിക യോഗ്യത, മാനസിക ധർമ്മം എത്ര നിലവാരത്തിലാണ്, ഏത് നിലവാരത്തിലാണെന്ന് അറിഞ്ഞ് ആളുകളെ കണ്ടെത്തുന്ന പരിപാടി അള്ളാഹുവിനുണ്ട്. എല്ലാ മനുഷ്യരും തുല്യരല്ല. വസ്തഫ മിനൽ മലായിക്കത്ത് റുസുല, പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞ ആയത്ത് തന്നെയാണിത്. വസ്തഫ മിനൽ മലായിക്കത്ത് റുസുല, മലക്കുകളിൽ നിന്നും അള്ളാഹു ചില പ്രത്യേക ദൂതന്മാരെ പ്രത്യേകമായും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് മാഹാത്മ്യം അധികമുണ്ട്. ജിബ്രീലിനെ പോലെ, മീകായിലിനെ പോലെ, ഇസ്രാഫീലിനെ പോലെ, അസ്രായീലിനെ പോലെ അവരെല്ലാ മലക്കുകളുടെയും ഇടയിൽ തുല്യരല്ല, അല്പം വേറിട്ടവർ തന്നെയാണ്. ബദറിൽ പങ്കെടുത്ത മലക്കുകളെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ ചോദിക്കുകയുണ്ടായി, നബിയെ, ബദറിൽ പങ്കെടുത്തവരെക്കുറിച്ച് താങ്കൾക്കും സഹാബാക്കൾക്കുമുള്ള അഭിപ്രായം എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, അവർ ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. എല്ലാവരും തുല്യരല്ല, ബദരീങ്ങൾ മഹത്വം അധികമുള്ളവരാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമു തആല പറയുകയുണ്ടായി, കദാലിക മൻ ഷഹിദ ബദറം മിനൽ മലായിക, മലക്കുകളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്തവരെ ആകാശത്തും അങ്ങനെയാണ് പരിഗണിക്കുന്നത്. അവർ മലക്കുകളിൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ളവരാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയുണ്ടായി. അപ്പം മഹത്വം വ്യത്യാസമുണ്ട്, എല്ലാവരും തുല്യരല്ല. ആളുകളുടെ വൈശിഷ്ട്യം, വ്യക്തികളുടെ വൈശിഷ്ട്യം, ഇങ്ങനെ ഓരോന്ന് തിരിച്ചറിവിൻ്റെ പേരാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തംയീസ്, വകതിരിവ്. തംയീസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, വകതിരിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതകളെ തിരിച്ചറിയുക. വാപ്പയെ വാപ്പയായി, ഉമ്മയെ ഉമ്മയായി, സഹോദരിയെ സഹോദരിയായി, മകളെ മകളായി തിരിച്ചറിയുന്നവനെയാണ് തംയീസ് ഉള്ളവനെന്ന് പറയുന്നത്. എല്ലാവരോടും തുല്യമായി ഇടപെട്ടാൽ അവൻ തംയീസ് ഇല്ലാത്തവനാണ്, വിവേകികമില്ലാത്തവനാണ്, വകതിരിവില്ലാത്തവനാണെന്ന് നമ്മൾ പറയുക. ഈ വകതിരിവ് വാപ്പയോടും ഉമ്മയോടും മോനോടും മോളോടും മാത്രമല്ല, എല്ലാറ്റിലും വകതിരിച്ചറിവ്, അതാണ് മനുഷ്യ മഹത്വത്തിൻ്റെ മാനദണ്ഡമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്തഫ മിനൽ കലാമി ദിക്റ, വചനങ്ങളിൽ നിന്ന്, വാചകങ്ങളിൽ നിന്ന് അള്ളാഹു അവൻ്റെ ദിക്റിന് പ്രത്യേക മാഹാത്മ്യം നൽകി. അതിനെ അള്ളാഹു തിരഞ്ഞെടുത്തു. അള്ളാഹുവിൻ്റെ കലാമ് മറ്റ് കലാമുകളെപ്പോലെ തുല്യമല്ല. എല്ലാ കലാമുകളും ഖുർആനിൻ്റെ മഹത്വം വേറെയാണ്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, അതിനെ ശുദ്ധിയുള്ളവരല്ലാതെ സ്പർശിക്കുകയില്ല. ഖുർആൻ ഒളു ഇല്ലാതെ തുടരുത് എന്ന് ഫുഖഹാക്കളിൽ ഒരു പക്ഷം ശക്തമായി പറയുന്നതിൻ്റെ കാരണം അതാണ്. ശുദ്ധിയോടുകൂടി മാത്രം സ്പർശിക്കാൻ പോലും കഴിയുന്ന ഒരു ഗ്രന്ഥമായി മഹത്വത്തോടുകൂടി അള്ളാഹു അവൻ്റെ കലാമിനെ തിരഞ്ഞെടുത്തു. അതും വചനമാണ്. ഒരുപാട് വചനങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ വചനങ്ങളിലും വൈശിഷ്ട്യമുള്ളത് വേറെ തന്നെയാണ്. വസ്തഫാ മിനൽ അർളിൽ മസാജിദ, അള്ളാഹു ഭൂമിയിലെ സ്ഥലങ്ങളിൽ നിന്ന് പള്ളികളെ വൈശിഷ്ട്യത്തോടുകൂടി തിരഞ്ഞെടുത്തു. പള്ളികളെ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ നമുക്ക് കണ്ടുകൂടാ. പള്ളികൾക്ക് ഒരു പ്രാധാന്യം അധികമുണ്ടാകണം. പള്ളിയിൽ വന്നാൽ അച്ചടക്കം വേണം, പള്ളിയിൽ വന്നാൽ ദിക്റിലാകണം, പള്ളിയിൽ വന്നാൽ ഇബാദത്തിലാകണം, പള്ളിക്കയുടെ പവിത്രതയെ ബഹുമാനിക്കണം. പള്ളിയിൽ വന്നാൽ ആളുകൾ കലപില പറഞ്ഞുകൊണ്ട്, നാട്ടുവർത്താനം പറഞ്ഞുകൊണ്ട്, കഥയില്ലാത്തത് പറഞ്ഞുകൊണ്ട് അവൻ്റെ സമയം പോക്കരുത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ തംയീസ് ഇല്ലാത്തവരാണ്, വകതിരിവ് കെട്ടവർ എന്നാണ് പറയുക. അവർക്ക് അദബുണ്ടാവില്ല, ബഹുമാനം ഉണ്ടാവില്ല, ഒന്നിനോടും ഒന്നും ഉണ്ടാവില്ല, ഒരു വക ആളുകൾ എന്ന് നമുക്ക് അവരെക്കുറിച്ച് പറയാം. അപ്പം അതുകൊണ്ട് പള്ളിയെ അള്ളാഹു വിശേഷമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. പള്ളിയുടെ പ്രാധാന്യം അറിയണം. പള്ളിയിൽ നമ്മൾ ബഹുമാനപൂർവ്വം, പള്ളിയുടെ ബഹുമാനത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ല. പള്ളിയുടെ ബഹുമാനത്തെക്കുറിച്ച് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെയുമുണ്ട്. എല്ലാം തുല്യമല്ല. ഭൂമിയുടെ പ്രദേശങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സവിശേഷമാക്കി, വൈശിഷ്ട്യമുള്ളതാക്കി. വസ്തഫാ മിനശ് ശുഹൂരി റമളാന വഅശ്ഹുരിൽ ഹുറും, അള്ളാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളിൽ നിന്ന് റമളാനെയും അതുപോലെ തന്നെ പവിത്രമാസങ്ങളായ 4 എണ്ണത്തെ വേറെയും അള്ളാഹു പ്രത്യേക പവിത്രതയുള്ളതുമാക്കി. 12 തുല്യമല്ല. റമദാനൊന്ന് വേറെ പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ മഹത്വം പരിഗണിച്ച് നമ്മൾക്ക് കർമ്മം ചെയ്യേണ്ടതുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അതുപോലെ അള്ളാഹു മഹത്വം വെച്ചിരിക്കുന്ന മറ്റ് 4 മാസങ്ങളെ പലപ്പോഴും അതേ പ്രാധാന്യത്തിലെടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഇത് നമുക്ക് റമദാനിൽ കുരുത്തക്കേട് കാണിച്ചാൽ അതത്ര നല്ലതിനല്ല എന്ന് ഏതാണ്ടൊക്കെ ആളുകൾക്ക് ഇന്നറിയാം. ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ ആ പൊതുബോധം പക്ഷേ ഈ പവിത്രമായ 4 മാസങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നുവെങ്കിൽ അതും വലിയ കുറവാണ്.
അത് നമ്മുടെ ഈമാനികമായ ഇടിച്ചിലാണ്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് കേൾക്കുന്ന താളഭംഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അള്ളാഹു നമുക്കതൊക്കെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുപോലെ തന്നെ വസ്തഫ മിനൽ അയ്യാമിൽ ജുമുഅ, അള്ളാഹു സുബ്ഹാനഹു വ തആല ദിവസങ്ങളിൽ ജുമുഅയ്ക്ക് പ്രാധാന്യം നൽകിയില്ലേ? വെള്ളിയാഴ്ച ദിവസത്തിന് മറ്റ് ദിവസങ്ങൾക്കില്ലാത്ത പ്രാധാന്യം വെള്ളിയാഴ്ചയ്ക്കുണ്ട്. മറ്റ് ദിവസങ്ങളെ പോലെ ഈ ദിവസത്തെ കാണാത്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്ന് നേരത്തെ വന്ന് അള്ളാഹുവിൻ്റെ ദിക്റിലായി, ദുആക്കളിലായി, ധ്യാനനിമഗ്നരായി പടച്ചവനിലേക്ക് ഹൃദയം സമർപ്പിച്ച് നമ്മൾ വിശുദ്ധിയോടെ ശുദ്ധിയോടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കി നാം ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ ദിവസത്തിന് മറ്റ് ദിവസത്തേക്കാൾ പ്രാധാന്യമുണ്ട്. വസ്തഫ മിനൽ ലയാലി ലൈലത്തുൽ ഖദർ, രാത്രികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക മഹത്വം കൽപ്പിച്ചത് കൊണ്ടാണല്ലോ ലൈലത്തുൽ ഖദർ ഉണ്ടായത്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിക്ക് പ്രത്യേക മഹത്വമില്ലേ? അപ്പോൾ എന്തിനും ഇസ്ലാമിക ജീവിതത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക തത്വസംഹിതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരംശമാണ്, ഒരു ഘടകമാണ്. എന്താണത്? നമുക്ക് അള്ളാഹു ഈ ലോകത്ത് നൽകിയ എല്ലാത്തിനെയും വ്യത്യസ്തതകളോടുകൂടിയാണ് വെച്ചിരിക്കുന്നത്. ആ വ്യത്യസ്തതകളെ തിരിച്ചറിയുക എന്നത് നമുക്ക് സാധ്യമല്ലാത്ത സംഗതികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബിമാരിലൂടെ പഠിപ്പിച്ചതാണ്. അതറിഞ്ഞുകൊണ്ട് ആ വ്യത്യസ്തതകളെ മാനിക്കുന്ന സ്വഭാവവും പ്രകൃതവും നമുക്കുണ്ടാകണമെന്നത് നമ്മിലേക്ക് കടന്നു വരുന്ന ഈ ഓരോ മാസങ്ങളും മാറി മാറി വരുന്ന ഈ മാസങ്ങൾ നമ്മെ ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഓർമ്മകൾ ഉണരണം. ഈ പരിശുദ്ധ മാസം മുഹറമിലാണ് നാം ഇപ്പോഴുള്ളത് എന്ന കാര്യം മറന്നു പോകരുത്. ഫലാ തളിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ ആ ദിവസങ്ങളിൽ, ആ മാസങ്ങളിൽ നിങ്ങളുടെ ആത്മാക്കളോട് ഒരു ദ്രോഹവും ചെയ്യരുത് എന്ന് നമ്മോട് പ്രത്യേകമായി ഉറക്കെ പറഞ്ഞ നാളുകളാണത്. ഈ നാളുകളിൽ ചെയ്യുന്ന തെറ്റ് മറ്റു നാളുകളിൽ ചെയ്യുന്ന തെറ്റ് പോലെയല്ല. ഈ നാളുകളിൽ ചെയ്യുന്ന നന്മയും മറ്റു നാളുകളിൽ ചെയ്യുന്ന നന്മ പോലെയല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നല്ല തുടക്കം നല്ല ഒടുക്കം എന്നതിന് നമ്മളെല്ലാവരും ഒരു വലിയ മഹത്വം കൽപ്പിക്കാറുണ്ട്. ഏതാണ്ട് ആളുകൾക്കൊക്കെ നന്നായി തുടങ്ങാനാകണം, അവസാനവും നന്നായിരിക്കണം എന്നുണ്ടല്ലോ. ഖൈറുൽ അഅ്മാലി ഖവാതിമുഹ, അമലുകളിൽ ഏറ്റവും നല്ലത് അവസാനം ചെയ്യുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒടുക്കവും നിലനിർത്താൻ കഴിയുന്ന അമലാണ് നല്ല അമല്. അല്ലാതെ തുടങ്ങിയിട്ട് വഴിക്കിട്ടേച്ച് പോകുന്ന അമലൊന്നും അള്ളാഹുവിന് അത്രമാത്രം പ്രിയങ്കരമല്ല. അതുകൊണ്ട് അമലുകൾ അവസാനം വരെ നിലനിർത്തി ചെയ്യുന്ന അമലുകൾക്കാണ് മഹത്വമുള്ളത്. നോക്കൂ, പരിശുദ്ധമായ ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ മാസത്തെ അള്ളാഹു തുടങ്ങിയത് പവിത്ര മാസങ്ങളിലെ മുഹറം കൊണ്ടല്ലേ? ആദ്യ മാസത്തെ പവിത്ര മാസം കൊണ്ട് തുടങ്ങി. അവസാന മാസത്തിൻ്റെ അവസാനത്തതോ ദുൽഹജ്ജ്, പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നല്ലേ? സലാസത്തും മുത്തവാലിയ, തുടർച്ചയായ 3 മാസങ്ങൾ. ഷവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ, പവിത്ര മാസങ്ങൾ തുടർച്ചയായി വരുന്നത് 3 എണ്ണമാണ്. അതിൻ്റെ അവസാനമാണ് വർഷത്തിൻ്റെ ഒടുക്കം. ഒടുക്കം പവിത്രം. പിന്നെയോ മുഹറമാണ്, അത് തുടക്കവും പവിത്രം. അപ്പോൾ തുടക്കം പവിത്രം, ഒടുക്കവും പവിത്രം. പവിത്രതയ്ക്ക് തുടക്ക ഒടുക്കങ്ങൾക്കുള്ള സ്ഥാനം തന്നെയാണ് അള്ളാഹു അവിടെ ചേർത്ത് വെച്ചത്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒടുക്കത്തിൽ അത് വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഒന്നടർത്തിയെടുത്ത് തുടക്കത്തിന് വെച്ചപ്പോൾ എന്താ അതിനർത്ഥം? തുടക്കവും ഒടുക്കവും നന്നാകണം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. നല്ല തുടക്കം കിട്ടിയ നല്ല ഒടുക്കം ലഭിച്ചവരാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചാഞ്ചലിപ്പൊക്കെ ഉണ്ടായെന്ന് വരും. പക്ഷെ നല്ല തുടക്കവും നല്ല ഒടുക്കവും അള്ളാഹുവിന് വിലപ്പെട്ടതാണെന്ന് ഈ മാസങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധ മുഹറമിനെ കുറിച്ചുള്ള ധാരാളം കഥകൾ നമുക്ക് ഓർക്കാനുണ്ട്. ഈ മുഹറം മാസത്തിന് ചരിത്രപരമായ വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ അത്ഭുതങ്ങൾ വിരിയിച്ച, അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മാസമാണ്. സമയത്തെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു അവൻ്റെ പല നടപടിക്രമങ്ങളും ചരിത്രത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ അറിയുമ്പോൾ, പരിശുദ്ധമായ മുഹറം മാസത്തിൽ നാം എത്തി നിൽക്കുന്ന ഈ സമയത്ത് നമുക്കും ചരിത്രത്തെ എന്ന പോലെ ഓരോ ചരിത്രങ്ങളും അന്നത്തെ വർത്തമാനമായിരുന്നു എന്ന് നമ്മൾ മറക്കരുത്. ഇന്ന് നാം ചരിത്രം എന്ന് പറയുന്നത് അതാത് കാലഘട്ടത്തിൻ്റെ വർത്തമാനമായിരുന്നു. അതുകൊണ്ട് ചരിത്രം നന്നാകണമെന്നല്ല നാം തീരുമാനിക്കേണ്ടത്, നമ്മുടെ വർത്തമാനങ്ങളെ നമ്മൾ നന്നാക്കണം. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട് എന്തെന്നാ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായല്ലാതെ മരിക്കരുതേ എന്നാണ്.
ആരാ മുസ്ലിങ്ങളായി മരിക്കാൻ പറ്റുന്നവർ? ആരെങ്കിലും ഉണ്ടോ? മരിക്കണം നമ്മളാണോ? നമ്മൾ മരിക്കുകയല്ലല്ലോ, നാം മരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് മുസ്ലിമായി നമുക്ക് മരിക്കാൻ പറ്റുക? മഹാന്മാരത് വിശദീകരിക്കുന്നത് നിങ്ങൾ മുസ്ലിമീങ്ങളല്ലാതെ ആയിട്ടല്ലാതെ ജീവിക്കരുതേ എന്നാണ്. ജീവിക്കാനേ നമുക്ക് പറ്റുള്ളൂ, മരിക്കാൻ നമുക്ക് പറ്റുമോ? ജീവിക്കാനേ നമുക്ക് പറ്റൂ. മുസ്ലിങ്ങളായല്ലാതെ മരിക്കരുതേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിമീങ്ങളായല്ലാതെ ഒരു നിമിഷവും ജീവിക്കരുതേ എന്ന് തന്നെയാണ്. ആ ജീവിതമാണ് ആനന്ദകരമായ ജീവിതം, അത് തന്നെയാണ് വിജയകരമായ ജീവിതം. അതുകൊണ്ട് പവിത്രമായ ഈ മാസങ്ങളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാകണം നമ്മൾ അങ്ങോട്ടുള്ള ദിവസങ്ങൾ പോകേണ്ടത്. ഈ മാസത്തിൽ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ, എല്ലാ ദിവസവും ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള മാസം സിയാമ്, നോമ്പുകൾ ഏറ്റവും മഹത്വമായിട്ടുള്ള മാസം ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ പവിത്ര മാസമായ മുഹറമാണ്. അള്ളാഹുടെ മാസമെന്ന് അള്ളാഹുവിലേക്ക് അതിനെ ചേർത്തുകൂടി പറഞ്ഞേക്കുക. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു സമയത്താണ് നമ്മളുള്ളത് എന്ന ഒരു ഗൗരവബോധം നാം കടന്നു പോകുന്ന ഈ നിമിഷങ്ങളിൽ ഉണ്ടാവുകയും നമ്മൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈനംദിന പരിപാടികൾ അങ്ങനെ തന്നെ ആവർത്തിക്കുന്നതിന് പകരം അതൊക്കെ ഒന്ന് നിർത്തിവെച്ചിട്ട് കുറേ ഒന്ന് നന്മയാക്കി തീർക്കാനും തിന്മകളായുള്ളതുണ്ട് എന്ന് ചികഞ്ഞറിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കാനും ഈ സമയങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഭാവിക്ക് അത് ഗുണം ചെയ്യും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഷഹറുല്ലാഹിൽ മുഹറം എന്ന് പറഞ്ഞാൽ ജമീഉ ഷഹറിൽ മുഹറം എന്നാ. മുഹറം മാസത്തിൻ്റെ എല്ലാ ദിവസങ്ങളും നോമ്പിന് ഏറ്റവും നല്ലതാണ് റമളാൻ കഴിഞ്ഞാൽ. നോക്കൂ, റമളാൻ കഴിഞ്ഞാൽ നോമ്പ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, നോമ്പ് വെച്ച് അള്ളാഹുവിനോടുള്ള അടുപ്പം സിദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് റമളാൻ കഴിഞ്ഞാൽ പിന്നെ അതിന് ഏറ്റവും നല്ല മാസം ഏതാ? മുഹറമാണ് എന്ന് മഹാന്മാർ ഇത് കൃത്യമായി കാരണം അള്ളാഹു പറഞ്ഞതെന്നാ, പക്ഷേ അഫ്ളലു സിയാമി ബഅദ റമളാന, റമളാൻ കഴിഞ്ഞാൽ നോമ്പിന് ഏറ്റവും മഹത്വമുള്ളത് ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലാണെന്നാ. മുഹറം മാസത്തിൽ എന്ന് പറഞ്ഞുള്ളൂ, ഇന്ന ദിവസം എന്ന് പറഞ്ഞില്ലല്ലോ, ഹദീസാണ്. അപ്പം അതുകൊണ്ട് തന്നെ മുഹറം മാസമാണ്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദിമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെന്നു, മക്ക വിട്ട് മദീനയിലെത്തി. ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ, യഹൂദികൾ ആശൂറ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് റസൂലുള്ളാഹി കാണുന്നത്. അപ്പോൾ ഈ മുഹറമിൻ്റെ ആശൂറൻ്റെ നോമ്പെന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ, ഇസ്ലാമികേതര സമൂഹങ്ങൾ എന്നല്ല നാം പറയുന്നത്, ഇസ്ലാമിക പൂർവ്വ സമൂഹങ്ങൾ, പൂർവ്വ ജനതയും അനുഷ്ഠിച്ചിരുന്നു എന്നത് നമ്മളിവിടെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് വെച്ചിരിക്കുന്ന യഹൂദികളെ കണ്ടു. ഫഖാല മൻ ഹാദാ, റസൂലുള്ളാഹി ചോദിച്ചു എന്താണിത്? ഖാലു ഹാദാ യൗമുൻ സാലിഹ്. അവർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ ഇതൊരു നല്ല ദിവസമാണ്, ഇതൊരു മഹത്വമുള്ള യോഗ്യമായ ഒരു ദിവസമാണ്, സ്വാലിഹായ ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, അള്ളാഹു ബനൂ ഇസ്രായേൽ ജനതയെ അവരുടെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിച്ച ദിവസം ഇതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് വെച്ചത്. ഫസാമഹു മൂസ, അതിൻ്റെ നന്ദിയായി മൂസ നബി നോമ്പ് വെച്ചു, അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് വയ്ക്കുകയാ. നോക്കൂ, അള്ളാഹു രക്ഷിക്കാൻ ചില പ്രത്യേക സമയങ്ങളിൽ രക്ഷപ്പെടുത്തലുകൾക്ക് വേണ്ടി ഗ്രേറ്റ് എസ്കേപ്പുകളുടേതായ ചില ദിനങ്ങളെ അള്ളാഹു വെച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. വൻപൻ രക്ഷപ്പെടുത്തലുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ചില ദിനങ്ങളുണ്ട്, ചില രാത്രികളുണ്ട്, അതാണിത് സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ മൂസ നബിയെ രക്ഷിച്ചു ശത്രുക്കളിൽ നിന്ന്. ചെറിയ പീഡയായിരുന്നില്ലല്ലോ. മൂസ നബി അതിന് നന്ദിയായി നോമ്പ് വെച്ചു. കാല, അപ്പോൾ റസൂലുള്ളാഹി അത് കേട്ടിട്ട് പറഞ്ഞത്, യഹൂദികളാണെങ്കിലും പറഞ്ഞ മറുപടി, ഫഅന അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് അധികം ബന്ധമുള്ളയാൾ ഞാനാണ്. മൂസ നബിയോട് നിങ്ങളെക്കാൾ അടുപ്പമുള്ളയാൾ ഞാനാണ്. മൂസ നബി നിങ്ങളുടെ സ്വന്തമൊന്നുമല്ല, നിങ്ങളെക്കാൾ ബന്ധം എനിക്ക് മൂസ നബിയോടുണ്ട്. ഫസാമഹു, ആ ദിവസം റസൂലുള്ളാഹി നോമ്പിൽ പങ്കുചേർന്നു നോമ്പ് വെച്ചു. വഅമറ ബിസിയാമിഹി, അന്ന് നോമ്പ് വയ്ക്കാൻ അവിടുന്ന് കൽപ്പിച്ചു. ഫീ റിവായത്തിൻ വഹുവൽ യൗമുല്ലദീ ഇസ്തവത് ഫീഹി സഫീനത്തു അലൽ ജൂദി, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ പ്രളയത്തിൻ്റെ അന്ത്യമായി അദ്ദേഹത്തിൻ്റെ അള്ളാഹു നിർദ്ദേശിച്ചതിൻ്റെ പ്രകാരം പണിയപ്പെട്ട ആ കപ്പൽ കരയ്ക്കടിഞ്ഞ ദിവസവും അതാണ്, ജൂതി പർവ്വതത്തിൽ. ഫസാമഹു നൂഹൻ ശുക്ര, നൂഹ് നബി അന്ന് അതിനു വേണ്ടി നോമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം നോമ്പ് വയ്ക്കുന്നത്. ആ രക്ഷപ്പെടുത്തലുകളുടെ ഓർമ്മയ്ക്ക് നബിമാർ വെച്ചത്, നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വെച്ചിട്ട്
നമ്മളോട് പറഞ്ഞു യുക്കഫിറു സനത്തൽ മാലിയ, ഒരു മാസത്തെ പാപങ്ങൾ പൊറുക്കാൻ ഇത് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കൊല്ലത്തെ, മാസത്തെ അല്ല, ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ ഈ നോമ്പ് മതി എന്ന്. അപ്പോൾ എത്ര വലിയ നന്മയാണ് ആ നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് ഓർക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, മാ റഅയ്തുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറാ സിയാമ യൗമിൻ ഫളലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗം. റസൂലുള്ളാഹ് ഒരു ദിവസത്തിന് പ്രാധാന്യവും മഹത്വവും കൽപ്പിച്ചുകൊണ്ട് കാത്തിരുന്ന് വെച്ച നോമ്പായി ഞാൻ ആകെ കാണുന്നത് യൗമ ആഷുറ, മുഹറം 10 നോമ്പ വരികയാണ്. ചൊവ്വ ബുധനായി താസുആയും ആഷൂറായും വരികയാണ്. അല്ലാഹ് ഇങ്ങനെ കൽപ്പിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹു യൗമുൻ തുഅല്ലിമുൽ യഹൂദു വൻ നസാറ, ഇത് യഹൂദി നസാറാക്കളും മഹത്വം കൽപ്പിക്കുന്ന ദിവസമാണല്ലോ, നമ്മളിതിനിപ്പോൾ മഹത്വം കൽപ്പിക്കുന്നതിന് എന്താ പ്രാധാന്യം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹ് ചെയ്തതെന്തെന്നറിയോ? റസൂലുള്ളാഹ് പറഞ്ഞു, ഫിദാ കാനൽ ആമുൽ ഖാബിലു സുന്നൽ യൗമ താസിഅ. മറ്റൊരു റിവായത്തിൽ കാണാം, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലാ സുമന്ന താസിഅ, അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചാൽ 9 പിടിക്കുമെന്ന്. ഇപ്പോൾ 10 കണ്ടു, 10 നോമ്പ് വെച്ചു, വെക്കാൻ പറഞ്ഞിട്ട് അടുത്ത കൊല്ലം ജീവിച്ചാൽ ഞാൻ 9 പിടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പിടിച്ചത് കൊണ്ടോ അല്ല അവർ പിടിച്ചതിൻ്റെ ആ രൂപത്തിലോ പിടിക്കുകയല്ല, വ്യത്യസ്തതയോടുകൂടി ഞാൻ പിടിക്കാൻ ശ്രമിക്കുകയാണ്. യഹൂദികൾ നസാറാക്കൾ ചെയ്യുന്ന അതുപോലെ ചെയ്യുന്നത് നന്മയാണെങ്കിൽ പോലും അത് അതുപോലെ ചെയ്ത് അവർ ചെയ്തത് എന്ന് പറഞ്ഞ് ചെയ്താൽ പിന്നെ അവർ ചെയ്യുന്നതിനോടുള്ള ഒരു പ്രവണത വരും. ആ ചെയ്യലെല്ലാം നന്മയാവുകയുമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരുപാട് തിന്മകൾക്ക് ലോകത്ത് നേതൃത്വം നൽകുന്നത് ഇന്ന് അന്നും യഹൂദികളാണെന്നറിയാം. പലിശ, അവരാണ് അതിൻ്റെ കുത്തക, ആഗോള കുത്തക. വ്യഭിചാരം, അതിൻ്റെ കുത്തക നിയന്ത്രിക്കുന്നത് അവരാണ്. സ്വവർഗരതി, ആഗോളവൽക്കരിക്കുന്നതിൻ്റെയും LGBTQ എന്നൊക്കെ പറയുന്ന പ്രൊജക്റ്റുകളുമായി നമ്മുടെ രാജ്യത്ത് അത് വ്യാപനം നൽകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ആഗോള മസ്തിഷ്കം യഹൂദികളുടേതാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് അനുകരിച്ചാൽ ആ അപകടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവരെ തുടരുകയാണ് എന്നൊരു തോന്നൽ സഹാബാക്കൾക്ക് വരാതിരിക്കട്ടെ. അടുത്ത മാസം വർഷം ഞാൻ ജീവിച്ചാൽ, നോക്കൂ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വചനം, എവിടെയെങ്കിലും വേറൊരു ഹദീസിൽ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചാൽ എന്ന് പറഞ്ഞത് കാണുന്നില്ല. അടുത്ത കൊല്ലം ഞാൻ പ്രവചനാത്മകമാണത്. റസൂലുള്ളാഹി അടുത്ത കൊല്ലം ജീവിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നോമ്പ് പിടിച്ചുമില്ല. പക്ഷെ നമ്മൾ പിടിക്കുകയാണ്. എന്താണ് കാരണം? ഖാലൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്, അഹ്മദ് റഹിമഹുല്ലാഹ് അടക്കമുള്ള മദ്ഹബിൻ്റെ ഇമാമിങ്ങളും മറ്റു പണ്ഡിതന്മാർ പലരും പറയുന്നു, യുസ്തഹബ്ബു സൗമു താസിഉ വൽ ആശിറു ജമീഅ, 9ഉം 10ഉം ഒന്നിച്ച് പിടിക്കണം. റസൂൽ കാരണം എന്താ? ലഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സാമൽ ആശിറ, റസൂലുള്ളാഹി 10 പിടിച്ചു. വനവാ സിയാമ താസിഇ, 9ന്റെ നോമ്പ് നിയ്യത്തും ചെയ്തു. 9ന്റെ നോമ്പിന് നിയ്യത്തും വെച്ചു, 10ാമത്തെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ രണ്ടും പിടിക്കണ്ടേ? ഇൻഷാ അല്ലാഹ് ചൊവ്വായും ബുധനും ഈ 2 നോമ്പുകൾ നമ്മൾ നിർബന്ധമായും എന്ന പോലെ, നിർബന്ധമല്ല എന്നാലും നിർബന്ധമായും എന്ന പോലെ ഫറലാക്കിയാലേ നമ്മളൊരു അമൽ ചെയ്യുമെന്ന് തീരുമാനിക്കരുത്. അള്ളാഹുവിൻ്റെ റസൂൽ ചിലതൊക്കെ പരിശുദ്ധ ദീൻ ഫറലാക്കാത്തത് നമുക്ക് ഭാരമാകാതിരിക്കാൻ വേണ്ടിയാണ്. ഫറല് ചെയ്യുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണത്. അതുകൊണ്ട് ഈ പരിശുദ്ധ മാസത്തിൻ്റെ പ്രാധാന്യത്തെ അറിഞ്ഞ് ഇപ്പോൾ തന്നെ നോമ്പ് പിടിച്ചിരിക്കുന്ന പല ആളുകളുണ്ട്. എന്നോട് പലരും സ്ത്രീകളടക്കം വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, എന്നായിരുന്നു സാർ മുഹറം തുടങ്ങുക, എല്ലാ 10 മുഴുവൻ പിടിക്കാനാണ് എന്ന് പറഞ്ഞ് പിടിക്കുന്നവർ ധാരാളമുണ്ട്. അത് ഈ ആളുകളുടെ നന്മകൾ അറിയുന്ന സമൂഹത്തിൻ്റെ സ്വഭാവമാണ്. അത് ഒരുപക്ഷെ നമ്മൾ വലിയ മിടുക്കന്മാരാന്ന് പറഞ്ഞുകൊണ്ട് ഈ തരംതിരിവ്, ഈ വിവേചനം, ഈ തമ്മീസ്, വകതിരിവുണ്ടല്ലോ, അത് നമുക്ക് വേണ്ടത്ര ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുണ്ടാകേണ്ടതുണ്ട്. അതിന് ഈ കടന്നു വരുന്ന നാളുകൾ നമ്മെ പ്രേരിപ്പിക്കും. പക്ഷേ നാളുകൾ വരുന്നു പോകുന്നു, വകതിരിവ് നമുക്ക് കുറഞ്ഞു വരുന്നു. തരംതിരിവ് മനുഷ്യൻ്റെയും സമയത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും ഒക്കെ മഹത്വം അംഗീകരിച്ച് പെരുമാറുന്ന സമീപന ശാസ്ത്രം തന്നെ നമുക്ക് കൈമോശം വന്നു പോകുന്നു. അത് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഈ പരിശുദ്ധമായ ഈ മുഹറം വീണ്ടും സഹായകമാകട്ടെ എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഒരു സംസ്കാരം ആദരവിൻ്റെ സംസ്കാരമാണ്. ഇന്നമിൻ ഇജ്ലാലില്ലാഹി തആല, അള്ളാഹുവിനോട് ബഹുമാനമുണ്ട് ഒരാൾക്കൊന്നതിൻ്റെ അടയാളമാണ്. എന്ത്? ഇന്നമിൻ ഇജ്ലാലില്ലാഹി ഇക്റാമദിശ്ശൈബത്തിൽ മുസ്ലിം, നര ബാധിച്ച ഒരു മുസ്ലിമിനെ ബഹുമാനിക്കുന്നത്. നരച്ച ഒരു മുഅ്മിനിനെ കണ്ടിട്ട് മുസ്ലിമിനെ കണ്ടാൽ, ഈമാനുള്ള ഒരാൾക്ക്, അള്ളാഹയോട് ബഹുമാനമുള്ള ഒരാൾക്ക് അയാളെ അവഗണിച്ച് നിന്ദിച്ച് കടന്നു പോകാൻ പറ്റില്ല. ഉള്ളിൽ അള്ളാഹ് ഉണ്ടെങ്കിൽ. നോക്കൂ, അപ്പോൾ ചില അടയാളങ്ങളുണ്ട്, ഈമാൻ്റെ അടയാളങ്ങൾ, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവൻ്റെ അടയാളങ്ങളുണ്ട്. ഇന്നമിൻ ഇക്റാമദിശ്ശൈബത്തിൽ മുസ്ലിം വഹാമിലിൽ ഖുർആൻ, ഖുർആൻ വഹിച്ച ഒരു പണ്ഡിതനെ, ഒരു ഹാഫിളിനെ, ഒരു ആലിമിനെ,
ഒരാൾ കണ്ടിട്ട് അവഗണനയോടുകൂടി കടന്നു പോകുന്നെങ്കിൽ അത് ആലിമിനെയോ ഹാഫിളിനെയോ അല്ല അവൻ അവഗണിച്ചത് അള്ളാഹുവിനെയാണ്. പടച്ചവനെ അവഗണിക്കാൻ മടിയില്ലാത്ത മനസ്സിൻ്റെ ഉടമയാണ്. അള്ളാഹു കാക്കട്ടെ. ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ നന്മയാണത്. തിരിച്ചു വരണം. ആദരവിൻ്റെ സംസ്കാരമാണ് ദീനിൻ്റെ സംസ്കാരം. ആദരിക്കേണ്ടതിനെ തിരിച്ചറിഞ്ഞ് ആദരിക്കുന്ന വകതിരിവിൻ്റെ സംസ്കാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം ലോകം നേരിടുന്ന പ്രതിസന്ധികളുടെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മളെ ഒരു ചരിത്രത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് പയ്യെ നമ്മളൊന്ന് അടർന്നു മാറി വന്നതേ ഉള്ളൂ. ഇസ്ലാം ചരിത്രമാണ്. ചരിത്രത്തിൽ നിന്ന് പഠിച്ചു വളരേണ്ട ഒരു സമുദായമാണ്. ചരിത്രത്തിൽ നിന്ന് നാം ഒന്നും പഠിക്കുന്നില്ലെങ്കിൽ നാം ഒരു ചുക്കും പഠിക്കുന്നില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വർത്തമാനം പൂർണ്ണമാകാത്ത ഒരു പണിപ്പുരയാണ്. വർത്തമാനം പൂർണ്ണമാകാത്തതാണ്. ഭാവി നമ്മുടെ മുമ്പിലോട്ട് ഇല്ലതാനും വരാനുള്ളതുമാണ്. അതിൽ നിന്ന് നമുക്കൊന്നും പഠിക്കാനില്ല. പല ആളുകൾ പറയുന്ന ഒരു ചൊല്ല് കേട്ടിട്ടുണ്ട്, അരപ്പണി ആശാനെയും കാണിക്കരുതെന്ന്. പകുതി പണി കണ്ടാൽ എന്താണെന്ന് മനസ്സിലാവില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഇതൊക്കെ കണ്ടു വന്നപ്പോൾ ഇതെന്തിനാണെന്ന് മനസ്സിലായില്ല. അതിൻ്റെ ഹൗസ് വാമിങ്ങിന് കഴിഞ്ഞ ദിവസം മലപ്പുറത്താണ്. പോയി തിരിച്ചു വന്നപ്പോൾ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നല്ലൊരു ഔട്ട് റൂം, ഒരു ഔട്ട് ഹൗസ് അതിനുണ്ടായി. അപ്പോൾ അതൊരു വളരെ ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. അന്നതെനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത്, വർത്തമാനത്തിൽ നിന്ന് നമുക്കൊന്നും ഒരു പൂർണ്ണ രൂപം കിട്ടില്ല. ഭാവി നമ്മളോട്ട് കണ്ടിട്ടുമില്ല. നമുക്ക് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് പഠിക്കാനുള്ള ഏറ്റവും മഹത്തായ പാഠം സമ്മാനിക്കുന്നത് കടന്നുപോയ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ എത്തി നോക്കിയാൽ നമ്മൾ എങ്ങനെ ജീവിച്ചാൽ വിജയിക്കുമെന്ന്, ഏത് ജീവിതമാണ് പരാജയത്തിൻ്റെ ജീവിതമെന്ന് നമുക്ക് പഠിക്കാൻ ചരിത്രം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ 1/3 ചരിത്രമാണ്. പരിശുദ്ധ ദീനിലെ വളരെ പ്രധാനപ്പെട്ട ബലിപെരുന്നാൾ നമ്മൾ ആഘോഷിച്ചത് ഒരു മഹാചരിത്ര പുരുഷനെ കഥാപാത്രമാക്കിയ ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഇവിടെ ഇതാ മുഹറം വരുന്നു. മുഹറമിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. പൂർവ്വ സമുദായമായ യഹൂദരെ കണ്ടപ്പോൾ അവരുടെ വിമോചകനായ മൂസ നബി രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അതിൽ ഭാഗം ചേരുന്നു. എന്നിട്ട് ആ ചരിത്രത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, മൂസ നബിയുടെ ചരിത്രം എന്ന് പറയുന്നത് അത് നമ്മെ പഠിപ്പിക്കാനുള്ള തെരഞ്ഞെടുത്ത്. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കേണ്ടതൊക്കെ ഉണ്ട്. ആരാണ് വിജയിക്കുക, ആരാണ് തോൽക്കുക, നാം എങ്ങനെയായാലാണ് വിജയിക്കുക, എങ്ങനെയാകുമ്പോഴാണ് നാം തോൽക്കുക. മൂസ നബിയുടെ ചരിത്രത്തിലും അത് ധാരാളമുണ്ട്. മൂസ നബി ഈ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടേണ്ട ഒരു പാഠമാണ്. ഈ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മുഹമ്മദ് റസൂലുള്ളയെ സംബന്ധിച്ചിടത്തോളം മൂസ നബിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം മൂസ നബിയുടെ ശരീഅത്ത് പോലെ നമ്മുടെ ശരീഅത്ത്, അവിടുത്തെ ഗ്രന്ഥം തൗറാത്ത് പോലെ നമ്മുടെ തൗറാത്ത് ഒരുപാട് സാമ്യതകളുള്ളതാണ്. അതുകൊണ്ട് ഈ 2 ചരിത്രത്തെയും വളരെ പ്രധാനമായ നമ്മുടെ മുഹറമിൻ്റെ ഒരാഘോഷമായിട്ട് ചില ആളുകൾ ഉണ്ടാകുന്നത് അത് വേറെ കഥയാണ്. പക്ഷെ മുഹറമിന് പ്രാധാന്യമുണ്ട്. മുഹറമിന് അവധി ദിവസമാണ് ഇന്ത്യയിൽ. അതിൻ്റെ ചരിത്രം വികൃതമാണ്. ഇസ്ലാമിക മുഖ്യധാരയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് രാജ്യം ചെയ്ത ഒരു പദ്ധതിയാണ്. അത് ഈ കർബലയിലെ ഹുസൈൻ റളിയല്ലാഹു തആലാന്റെ വഫാത്തുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ അനാചാരമാണ്. അതിന് അംഗീകാരം കൊടുത്താണ് മുഹറം 10. അതിന് നബിദിനത്തിനൊന്നും അതില്ലായിരുന്നു, പക്ഷേ മുഹറം 10 കൊടുക്കും. അത് ആഗോള സാമ്രാജ്യത്വം മുസ്ലിം മുഖ്യധാരയെ ഷിയാക്കൾക്ക് അനുകൂലമാക്കി വക്രീകരിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. അതിലൊന്നും കൂടണ്ട, അതൊക്കെ വെറും തട്ടിപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മൂസ നബിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ത്യാഗത്തിൻ്റെ ഓർമ്മകളിൽ ഒമിനായാത്തിഹി പലതും പഠിക്കാനുണ്ട്. മക്കാമു ഇബ്രാഹിം അതിൽപ്പെട്ടതാണ് ഇബ്രാഹിം മക്കാം, ഇബ്രാഹിം സ്റ്റാൻഡ്. ഇബ്രാഹിം നബിയുടെ കാല് പതിഞ്ഞ കല്ല്, അത് പോയി കാണണം നിങ്ങൾ. എന്താണ് ഇബ്രാഹിം ചെയ്ത സംഭാവന എന്നതിൻ്റെ ഓർമ്മക്കുറിപ്പായി ഞാനത് ബാക്കി വെച്ചതാണ്. അങ്ങനെ പഠിക്കേണ്ട പ്രവാചകന്മാരിൽ നിന്ന് ചിലതല്ല ബാക്കി വെച്ചു. ആ കൂട്ടത്തിൽ ബാക്കി വെച്ചതാണ് മൂസ നബിയോട് ഏറ്റുമുട്ടിയ ഫിർഔൻ എന്ന് പറയുന്ന ആ മഹാധിക്കാരിയെ അള്ളാഹു തോൽപ്പിച്ചത്. അതാണ് മുഹറം 10 ഓർമ്മ. ആ ഓർമ്മകളിലേക്ക് കൂടി നമ്മൾ ഇനി മടങ്ങി വരണം. ഇബ്രാഹിമിൻ്റെ ഓർമ്മകളിൽ നിന്ന് മടങ്ങേണ്ടത് മൂസ നബിയുടെ ഓർമ്മകളിലേക്ക്. ചരിത്രത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു നടക്കാനേ പാടില്ല. ചരിത്രത്തിൻ്റെ ജീവിക്കുന്ന നിഴലിലായിരിക്കണം നമ്മുടെ സഞ്ചാരം, പ്രയാണം. ചരിത്രം മറന്നുകൊണ്ട് ഒരു ഇസ്ലാമിക ജീവിതവും വിജയകരമായ പരിസമാപ്തിയിലെത്തുകയില്ല. അള്ളാഹു പറഞ്ഞു, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. അള്ളാഹു പറഞ്ഞു, ആഷൂറയുടെ നോമ്പിലൂടെ മൂസ നബിയുടെ സ്മരണ നിലനിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നു എന്ന് ഈ ഹദീസുകളിലൂടെ നമുക്ക് തെളിഞ്ഞ സ്ഥിതിയിൽ
മൂസ നബിയുടെ ശത്രു ഇവനെ അള്ളാഹു എന്നും ഓർമ്മിക്കാൻ വേണ്ടി നിന്റെ ബോഡി ഞാൻ എടുത്തു വെക്കുമടാ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്ത് കാണാം നമുക്ക്. ഫറോവ അൽ യൗമ്, അന്നൊരു നാൾ, നുനജ്ജീക, നിന്നെ ഞാൻ എടുത്തു വെക്കും, ബി ബദനിക, നിന്റെ ബോഡിയോടെയാണ്, ലിമൻ തല്ലി തക്കൂൻ ലിമൻ ഖൽഫക ആയ, നീ പിൽക്കാലക്കാർക്ക് പാഠമാകാൻ, വൈന്ന കസീറം മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പലരും അലസരാണ്. ഇന്ന് ലോകത്തിന് ഫിർഔന്റെ ബോഡിയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഈജിപ്തിലെ റോയൽ മ്യൂസിയത്തിൽ അവൻ്റെ പേരെഴുതി വെച്ച് അവിടെ നമുക്ക് പോയി കാണാം. ഇത് എന്തുകൊണ്ടാണ് ഈ ചരിത്രം ഇങ്ങനെ ക്രമീകരിച്ചത് എന്ന് നമ്മൾ അറിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം, യർഹമുല്ലാഹു മൂസ നബിക്ക് അള്ളാഹു ഒരുപാട് റഹ്മത്ത് ചെയ്യട്ടെ, ഖദ് ഊദിയ ബി അക്സറ മിൻ ഹാദാ ഫസബറ. ഞാനിപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നതിനേക്കാൾ എത്രയോ അധികം അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടിട്ടും ക്ഷമിച്ച നബിയാണ് ആ നബി എന്ന്. അപ്പോൾ പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും നാളുകളിൽ മൂസ നബിയെ ഓർത്തുകൊണ്ട്, അവസാനം വിജയിച്ച മൂസ നബിയെ ഓർത്തുകൊണ്ട്, അവസാനം വിജയിച്ച ഇബ്രാഹിം നബിയെ ഓർത്തുകൊണ്ട്, പീഡനങ്ങളും പരീക്ഷണങ്ങളും ഒന്നിൻ്റെയും അന്ത്യമല്ല, അറുതിയല്ല, അന്തിമ വിജയം അള്ളാഹുവിൽ ഉറച്ചു നിൽക്കുന്നവർക്കുള്ളതാണെന്ന് തെളിയിക്കുന്ന ചരിത്ര സാക്ഷ്യങ്ങളിലൂടെയാകണം നമ്മളുടെ ഓരോ നാളുകളും കടന്നു പോകേണ്ടത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അവൻ്റെ കഥകൾ ഒരുപാട് പറയണുണ്ട്. അവൻ എന്തൊക്കെ ചെയ്തോ അതൊക്കെ തന്നെയാണ് ഇന്ന് സാമ്രാജ്യത്വം ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തൊക്കെ ചെയ്യുന്നത്. ഒന്നാമത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, നത്തുലു അലൈക മിൻ നബഇ മൂസാ വ ഫിർഔന ബിൽ ഹഖി. നബിയെ, താങ്കളുടെ മുമ്പിലേക്ക് മൂസ നബിയുടെയും ഫിർഔന്റെയും കഥ നാം കഥിച്ചു തരികയാണ് സത്യസന്ധമായി. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി, ഫിർഔൻ ഭൂമിയിൽ മേൽക്കോയ്മ നടിച്ചു, വലിയവനെന്ന് ഭാവിച്ചു. വജഹല അഹ്ലഹാ ശിയആ, അവൻ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിച്ചു. ഡിവൈഡ് ആൻഡ് റൂൾ, ഇതായിരുന്നു ഫിർഔൻ ലോകത്ത് ആദ്യം നടപ്പാക്കിയത്. ഇതാണ് ഇന്ന് സാമ്രാജ്യത്വം ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ ഇന്ത്യ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മൂസ നബിയുടെ ചരിത്രത്തെ ഈ സമുദായമേ നിങ്ങൾ മറക്കരുതേ എന്ന് പറയുന്നത്. ഡിവൈഡ് ആൻഡ് റൂൾ, ജനങ്ങളെ തമ്മിലടിപ്പിച്ച് കസേര ഉറപ്പിക്കുക. അവൻ അതാണ് ഇരുന്നു ചെയ്തത്. ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് ഓതി തരികയാണ്. എന്താ ചെയ്തത് അവൻ? ജഅല അഹ്ലഹാ ശിയഅ, ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിച്ചു. ഒന്ന്, യസ്തളഇഫു തായിഫത മിൻഹും, അതിലൊരു വിഭാഗത്തെ അടിച്ചമർത്തി. ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കും പോലെ യുദബ്ബിഹു അബ്നാഅഹും, ആൺകുട്ടികളെ അറുകൊല ചെയ്തു. എന്തുകൊണ്ട്? ജ്യോത്സ്യന്മാർ പറഞ്ഞു അത്ര ഫറോവയോട്, പിറക്കാനിരിക്കുന്ന ഒരു കുഞ്ഞ് നിന്റെ അധികാരം നശിപ്പിക്കുമെന്ന്. അക്കാരണം കൊണ്ട് വരാൻ പോകുന്ന ജനതകൾ, മുസ്ലിം ജനസംഖ്യ ഈ രാജ്യത്തെ ഹിന്ദുവിൻ്റെ അധികാരം നശിപ്പിക്കുമെന്ന് ഏതോ ജ്യോത്സ്യന്മാർ നമ്മുടെ ഭരണാധികാരികളോട് പറഞ്ഞതുകൊണ്ടായി കൊള്ളരുതായിക മുഴുവൻ ജനസംഖ്യ പെരുകുന്നു എന്നും പറഞ്ഞുകൊണ്ട്. അന്ന് ഫിർഔൻ ചെയ്തതാണ് ഇന്ന് നമ്മളോട് ചെയ്യപ്പെടുന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് മൂസ നബിയെ ഓർത്തുകൊണ്ട്, മുഹറമിൻ്റെ രക്ഷയെ ഓർത്തുകൊണ്ട് നോമ്പ് വയ്ക്കണമെന്ന് പറയുന്നത് വെറുതെ അല്ല. അതേ പണി തന്നെ എവിടെ ചെയ്യണേ? അന്ന് ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞുങ്ങളുടെ സമൂഹത്തെ മുഴുവൻ അറുകൊല ചെയ്തവൻ്റെ അതേ പിന്മുറക്കാർ മുസ്ലിം ജനസംഖ്യ പെരുകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ, പെറ്റുകൂട്ടുന്നവർ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ട് അംഗസംഖ്യ പറഞ്ഞില്ലാത്ത ഭീതി പരത്തിക്കൊണ്ട് മുസ്ലിമീങ്ങളെ കൊല ചെയ്യുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു സംസ്കാരം, ഭരണകൂട സംസ്കാരം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അള്ളാഹു പറയുകയാണ്, അങ്ങനെയൊക്കെ അവൻ ചെയ്തു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ കലാപകാരിയായിരുന്നു. പക്ഷേ വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർളി, അടിച്ചമർത്തപ്പെട്ടവർക്ക് അധികാരം നൽകാൻ നാം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വനജഅലഹും ഇമ്മ, അവരെ നേതാക്കളാക്കാനും, വനജഅലഹുമുൽ വാരിസീൻ, അവരെ ഭൂമിയുടെ അധികാരികളാക്കാനും നാം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് പടച്ചവൻ്റെ പദ്ധതി, അടിച്ചമർത്തപ്പെട്ടവരെ അധികാരികളാക്കുക. ഞാനതിൻ്റെ കഥകൾ വിശദീകരിക്കുന്നില്ല. അടിച്ചമർത്തപ്പെട്ടവനൊക്കെ എന്നും ചരിത്രത്തിൽ അധികാരിയായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രകടവുമാണ്. പക്ഷെ നമ്മളൊന്ന് നന്നാകണം, നമ്മളൊന്ന് അള്ളാഹുവിനോടൊപ്പം ആകണം. അപ്പോൾ തമ്മിലടിപ്പിക്കുന്ന, കുട്ടികളെ കൊല്ലുന്ന, അതുപോലെ തന്നെ അവൻ്റെ അടുത്ത പരിപാടിയായിരുന്നു കള്ളപ്രചരണം. എന്തെന്നാ അവൻ പറഞ്ഞത്? അർസല ഫിർഔനു ഫിൽ മദാഇനി ഹാശിരീൻ ഇന്ന ഹൗലാഇ ലശിർദിമത്തുൻ ഖലീലൂൻ വഇന്നഹും ലനാ ലഗായിലൂൻ. രാജ്യത്ത് പ്രകോപനം ഉണ്ടാക്കുന്ന തീവ്രവാദികളാണ്. അതാണ് അവൻ. മുസ്ലിം സമുദായത്തെ തീവ്രവാദികളെന്ന് വിളിക്കുന്ന ഈ കലാപകാരികൾ, മനസ്സിലായില്ലേ? നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരുണ്ട് തീവ്രവാദികളെന്ന് വിളിക്കുക. ഈ കലാപകാരികൾ, ഇത് ഫിർഔനിൻ്റെ തന്ത്രമാണ് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സത്യം മനസ്സിലാക്കി ആരെങ്കിലും സത്യത്തോടൊപ്പം നിന്നാൽ അവൻ അവരെ പിടിച്ച് പ്രതിയാക്കുമായിരുന്നു. ഖാല ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും
ഇന്നഹൂല കബീറുക്കുമുള്ളത് അല്ലമക്കുമുസീർ. മൂസ നബി രക്ഷപ്പെട്ടത് കണ്ട് വിശ്വസിച്ച മുഅ്മിനീങ്ങളെ അവൻ പിടിച്ചു നിർത്തി വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ഞാൻ അനുവദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനാണ് മതം മാറിയത് വിശ്വസിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഇത്തരം കള്ളപ്രചരണങ്ങളുടെ ലോകത്ത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, മൂസ നബി പറഞ്ഞത് എൻ്റെ റബ്ബെന്നോടൊപ്പമുണ്ട്, അവനെ പോകേണ്ട വഴി എനിക്ക് തെളിച്ചു തരും, കാട്ടിത്തരും, ഞാൻ ആ വഴിയെ പോയി വിജയിക്കും, രക്ഷപ്പെടും. അള്ളാഹു ചൂണ്ടിക്കാണിച്ച വഴിയെ നടക്കുക എന്നുള്ളതല്ലാതെ ഇതിനെ മറികടക്കാൻ ഒരു വഴിയില്ല. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മുൻ മന്ത്രിയായിരുന്ന ആൾ തന്നെ പറഞ്ഞു കേട്ടില്ലേ, ഇവരൊക്കെ നടത്തുന്ന RSSകാരുടെ ഫാസിസ്റ്റുകളുടെ കള്ളപ്രചരണം എടുത്തു പയറ്റാൻ ഒരു മടിയില്ലല്ലോ. ബഹുമാനത്തോടി പലരും കണ്ടിരുന്ന ഒരു ടീച്ചർ പറഞ്ഞു കേട്ടില്ലേ, RSSകാരെ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പേരിൽ ഞങ്ങൾ എതിർക്കും, അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ മറുവശത്തും ഞങ്ങൾ എതിർക്കുമെന്ന്. എന്തിനാണിത് പറയണേ? ഇതെന്തിനാ? ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കുഞ്ഞുണ്ടോ, ഒരാളുണ്ടോ, ഒരു സംഘടനയുണ്ടോ, ഒരു വ്യക്തിയുണ്ടോ? ഇതിവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ? RSSകാർ പറയുന്നത് ഹിന്ദു രാഷ്ട്രം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് മുസ്ലിമീങ്ങൾ ജനസംഖ്യയിൽ വളർന്നു വന്ന് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ അപ്പുറത്ത് ശ്രമിക്കുന്നതിനെ തടയാൻ വേണ്ടിയാണ്. അപ്പോൾ പിന്നെ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇസ്ലാമിക രാഷ്ട്രം ഇവിടെ ഉണ്ടാക്കാൻ വന്ന് ഒരു കുഞ്ഞും സ്വതന്ത്ര ഇന്ത്യയിൽ പറഞ്ഞിട്ടില്ല, ഒരു കുഞ്ഞും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞുണ്ടോ? ഒരു പ്രസ്താവനയുണ്ടോ? ഒരു ലേഖനമുണ്ടോ? ഒരു വരിയുണ്ടോ? ഒരു പ്രസംഗമുണ്ടോ? ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണം, ഫാസിസത്തെ ചെറുക്കുമെന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് നിന്നിട്ടും നമ്മളെ ഭരിക്കുന്നവരൊക്കെ, അതുപോലെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന പല ആളുകളും മുസ്ലിമീങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുകയാണ്. കള്ളപ്രചാരണം, ഫിർഔന്റെ പ്രചരണമാണത്. ആ പ്രചാരണത്തെ നമ്മൾ തിരിച്ചറിയണം. അവരോട് പറയണം, ഒരുത്തനും ചോദിക്കുന്നില്ല ഈ സമുദായത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്നവർ ആരാണ് ഈ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ഇവിടെ പോകുന്നത്? യഥാർത്ഥ ഹിന്ദു രാഷ്ട്രം കൃത്യമായ നിലയിൽ ഉണ്ടാക്കി എല്ലാ അപകടങ്ങളും സൃഷ്ടിച്ച് കൺമുമ്പിൽ നിൽക്കുന്ന ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ ഇല്ലാത്ത ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ അപ്പുറത്ത് പോകുന്നു എന്നുകൂടി മറുവശത്ത് പറഞ്ഞിട്ട് രണ്ടുപേരെ ഒറ്റ ത്രാസി വെക്കണം, എന്നിട്ട് തൂക്കണം. എന്തിനാണത്? RSSന് വെളുപ്പിക്കാൻ, RSSൻ്റെ കൊള്ളരുതായികളെ ന്യായീകരിക്കാൻ. ഒരു മുൻ മന്ത്രിയായിരുന്ന ഒരു ടീച്ചർ ഇന്നലെ നടത്തിയ പ്രസ്താവനയാണത്, നിയമസഭയെ തന്നെ പ്രസംഗിച്ചിരിക്കുക. ഇത്തരം അസംബന്ധങ്ങൾ പറയും. ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ആരും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇവിടെ ആർക്കാ ഇസ്ലാമിക രാഷ്ട്രം വേണ്ടേ? എന്നിട്ടും ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കാൻ വേണ്ടി സന്നദ്ധമായി പാർലമെൻറ്റിൽ പോലും ഉയർന്ന മുദ്രാവാക്യത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇസ്ലാമിക രാഷ്ട്രം, ഇല്ലാത്ത ഇസ്ലാമിക രാഷ്ട്രത്തെ ചേർത്ത് വയ്ക്കുന്നത് ഫാസിസ്റ്റുകളല്ല, മതേതരന്മാരാണെന്ന് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാണുന്നവരിൽപ്പെട്ട പല ഉന്നത നേതാക്കളുമാണെന്നുള്ളത് വേദനാജനകമാണെന്ന് ഈ സന്ദർഭത്തിൽ അറിയണം. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് ആരിലാണ് എന്നത് സൂചിപ്പിക്കുകയാണ്. പ്രതീക്ഷകൾ അള്ളാഹുവിൽ മാത്രം. ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, തീർച്ചയായും എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുമാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു പോംവഴി എന്ന് മുഹറം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക. നമ്മൾ റബ്ബിൻ്റെ വഴിയെ ആയിരിക്കണം. ഫിർഔന് ഇല്ലാത്തത് എന്തായിരുന്നു? എല്ലാം ഉണ്ടായിരുന്നു. മൂസാ നബിക്ക് എന്താ ഉണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. ഓർത്തുകൊള്ളുക, എല്ലാം ഉള്ളവരെ തോൽപ്പിക്കാൻ, ഒന്നുമില്ലാത്തവരെ രക്ഷിക്കാൻ എല്ലാമുള്ള അള്ളാഹുവിന് കഴിയുമെന്ന മുഹറമിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇൻഷാ അള്ളാഹ് നോമ്പനുഷ്ഠിക്കാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, അള്ളാഹുവിന് ശുക്ർ ചെയ്യാം. രക്ഷപ്പെടുത്തലുകളുടെ ആ നാളുകൾ മടങ്ങി വരാൻ വേണ്ടി പടച്ചവനോട് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി നെഞ്ചുപൊട്ടി കരയാം. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ.